ഒരു ക്ലാസിക് ബൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന റോയൽ എൻഫീൽഡ് ബൈക്ക് തന്നെയായിരിക്കും അല്ലേ. അതായത് 350 സി സി മുതൽ 650 സി സി വരെയുള്ള നിരന്ന് കിടക്കുന്ന കുറേ നിരകളുമായി പല മോഡലിൽ പല രീതിയിലുള്ള ബൈക്കുകളുമായിട്ട് റോയൽ എൻഫീൽഡ് ഈ സെഗ്മെൻറ്റിൻ്റെ രാജാവായിട്ട് തന്നെ വാണുകൊണ്ടിരിക്കുകയെന്ന് പറയാം ഇന്ത്യയിൽ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പല മോഡലുണ്ടെങ്കിലും പലതും ഷെയർ ചെയ്യുന്ന ഒരേ എഞ്ചിനും ഒരേ പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെയാണ്. പല മോഡലുകളായിട്ടുള്ള വണ്ടികളാണെന്നേ ഉള്ളൂ. എന്നാൽ ഓരോ മോഡലും ഡിഫറൻ്റ് ആണ് എന്നതിലാണ് ശരിക്കും പറഞ്ഞ കമ്പനിയുടെ വിജയം അല്ലേ. അപ്പോൾ ഇപ്പോൾ പുതിയൊരു ബൈക്കുമായിട്ട് വീണ്ടും റോയൽ എൻഫീൽഡ് വന്നിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഈ സെഗ്മെൻറ്റിലുള്ള തകർപ്പൻ വിൽപ്പനയും വിജയമൊക്കെ കണ്ടിട്ട് പല കമ്പനിയും കച്ച കെട്ടി ഇറങ്ങി. പക്ഷേ റോയൽ എൻഫീൽഡിനെ തകർക്കാൻ ഇന്ന് വരെ തളയ്ക്കാനൊന്നും ആർക്കും സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ശരിയല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് ചന്തു ഇങ്ങനെ, അതായത് റോയൽ എൻഫീൽഡ് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും പുതിയ ഒന്നും രണ്ടും പുതിയ മോഡലുകളാണ് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ശരിക്കും ഹിമാലയൻ്റെ ലോഞ്ചായിരുന്നു. അപ്പോൾ ഇത്തവണ വന്നിരിക്കുന്ന ഈ ആഴ്ച അവർ ലോഞ്ച് ചെയ്തിരുന്നു ഗോവയിലെ മോട്ടോർ ഷോയിൽ അവർ ലോഞ്ച് ചെയ്തിരുന്ന ഷോട്ട് ഗണ്ണിൻ്റെ അന്നിറക്കി 25 പീസ് മാത്രമുള്ള ലിമിറ്റഡ് എഡിഷൻ ആയിരുന്നു കേട്ടോ അന്ന് അവർ അൺവെയിൽ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇപ്പം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധാരണ വരുന്ന വേർഷൻ അവരിപ്പം യൂറോപ്പിൽ അൺവെയിൽ ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത മാസം, അതായത് 2024 ജനുവരി 15 ഇങ്ങോട്ടൊക്കെ വരുള്ളൂ. വിലയും കാര്യങ്ങളൊക്കെ അന്നേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും പുതിയ പുതിയ വിസ്മയങ്ങൾ ഓരോ വർഷവും പുതിയ പുതിയ മോഡലുകൾ സൃഷ്ടിച്ചുകൊണ്ട് റോയൽ എൻഫീൽഡ് ഒരു വിസ്മയം തന്നെയാണ് നമ്മുടെ മുന്നിൽ തീർത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവർക്കെതിരെ വരാൻ നോക്കി ബെൻലിയും ബജാജും ജാവയും എസ് ഡിയും ഹാർലിയും ട്രയംഫും വരെ ഇവർക്കെതിരെ പയറ്റാൻ നോക്കിയിട്ട് എന്തായാലും ഇന്ത്യയിലല്ല, ബാക്കി പുറത്താണെങ്കിലും കുറേയേറെ മാർക്കറ്റ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഓൾമോസ്റ്റ് ഈ മാർക്കറ്റിനെ തകർക്കാൻ എന്തായാലും ഈ ബാക്കി വമ്പന്മാർക്കൊന്നും സാധിച്ചില്ല. അപ്പോൾ ഈ വമ്പന്മാരൊക്കെ പുറകെ കൂടിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ റോയൽ എൻഫീൽഡ് കളികൾ മാറ്റി മാറ്റി കളിച്ചുകൊണ്ടിരിക്കും. ഡിസൈനും മാറ്റി, പ്ലാറ്റ്ഫോമുകളും മാറ്റി, എഞ്ചിനും മാറ്റി. പുതിയ എഞ്ചിനൊക്കെ ആയിട്ട് കഴിഞ്ഞ തവണ നമ്മുടെ ഷെർപ്പ ഹിമാലയൻ 452 ഷെർപ്പ എഞ്ചിനുമായിട്ട് വന്നിരുന്നു. അതിന് മുമ്പ് സ്റ്റാൻഡേർഡിനെ ജെ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഓരോ തവണയും പുതിയ മോഡലുകൾ വരുമ്പോഴും പുതിയ എഞ്ചിനും പ്ലാറ്റ്ഫോമൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. 350 സി സിയിൽ വരുന്ന ഹണ്ടർ മുതൽ 650 സി സിയിൽ വരുന്ന നമ്മുടെ കോണ്ടിനെൻ്റൽ ജി ടിയും ഇൻ്റർസെപ്റ്ററും അതിൻ്റെ പുതിയ വെർഷനായ മീറ്റിയറും സൂപ്പർ മീറ്റിയറും വരെ അതിൻ്റെ ടൂറർ ബൈക്കും വരെ എത്തി നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് 452 സി സിയിലെ ഹിമാലയം കൊണ്ടുവന്നത്. ഹിമാലയന് ശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഷോട്ട് ഗൺ 650 എന്ന് പറയുന്ന വമ്പൻ മോഡലാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ട്വിൻസിൻ്റെ സൂപ്പർ മീറ്റിയറിൻ്റെ സെയിം പ്ലാറ്റ്ഫോമും സെയിം എഞ്ചിനും വെച്ച് ഒരു കസ്റ്റമൈസ്ഡ് മോഡൽ എന്ന് വേണേൽ പറയാൻ പറ്റും. കമ്പനി തന്നെ അവർ പറയുന്നത് അങ്ങനെയാണ്. കസ്റ്റമൈസ് ആയിട്ടുള്ള പുറത്തുള്ള മോഡലുകൾ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഒരു കമ്പനിയായിട്ട് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു മോഡൽ എന്നാണ് അവർ തന്നെ പറയുന്നത്. അതുപോലെ മിലാനിൽ നടന്ന ഓട്ടോ ഷോയിൽ അവർ രണ്ട് വേറെ മോഡൽ അവതരിപ്പിച്ചിരുന്നു. അതായത് നമ്മുടെ 350 സി സി ഹണ്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് മോഡൽ, അതായത് ബ്രിട്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കസ്റ്റം ഡിസൈനറായ കിങ്നർഡ് എന്ന് പറയുന്നവർ ചെയ്ത രണ്ട് ഡിസൈൻ, ഒരു കഫേ റേസറും മറ്റൊരു വണ്ടിയും അവർ അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെയും പണിപ്പുരയിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം നമുക്ക് ഹണ്ടറിനെ ബേസ് ചെയ്തുള്ള കഫേ റേസറും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് നമ്മുടെ 650 സി സി ജി ടി കഫേ റേസർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 350 സി സിയുടെ കഫേ റേസറും കൂടെ വരുന്നുണ്ട് അതിൻ്റെ പുറകെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ വർഷവും പുതിയ പുതിയ മോഡലുകൾ എത്തിച്ചുകൊണ്ടാണ് ഈ റോയൽ എൻഫീൽഡ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ എന്തായാലും ഗോവയിൽ നടന്ന ഇവൻറ്റിൽ അൺവെയിൽ ചെയ്ത നമ്മുടെ ഷോട്ട് ഗണ്ണിൻ്റെ ശരിക്കുമുള്ള സാധാരണ മോഡൽ അന്ന് അൺവെയിൽ ചെയ്ത് ലിമിറ്റഡ് എഡിഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 4,10,000 രൂപ എക്സ്ഷോറൂം പ്രൈസ് വരുന്ന ലിമിറ്റഡ് എഡിഷൻ ആയിരുന്നു അന്ന് അവർ അൺവെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സാധാരണ മോഡലായിട്ടുള്ള വണ്ടിയാണിപ്പോൾ, അല്ലെങ്കിൽ ബൈക്കാണിപ്പോൾ, ബോബർ മോഡലാണിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ മാർക്കറ്റിൽ അവർ അൺവെയിൽ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം. എന്തായാലും ജനുവരി 15 നമ്മുടെയൊക്കെ വിപണിയിലേക്ക് എത്തും. അപ്പോഴേക്കും ജനുവരി ആദ്യത്തെ ആഴ്ചയിൽ അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ എന്തായാലും അറിയാൻ പറ്റുള്ളൂ നമുക്ക്. എന്തായാലും സൂപ്പർ മീറ്റിയോർ 650 വരുന്ന സെയിം എഞ്ചിനും പ്ലാറ്റ്ഫോമും എടുത്തിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു കമ്പനി തന്നെ പറയുന്നത് കസ്റ്റമായിട്ട് ഉണ്ടാക്കിയ ഒരു സൂപ്പർ മീറ്റിയോറിൻ്റെ ബേസ് ചെയ്ത വണ്ടി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പം മീഡിയ ഡ്രൈവും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ. യൂറോപ്യൻ മാർക്കറ്റിലാണ് അൺവെയിൽ ചെയ്ത് കഴിഞ്ഞ ദിവസം. ജനുവരി ആദ്യമായിരിക്കും നമുക്ക് ഇതിൻ്റെ മാർക്കറ്റിലെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്തായാലും ഇത് ലിമിറ്റഡ് എഡിഷൻ ഇറങ്ങിയപ്പോൾ തന്നെ 25 പീസായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. 4,10,000 രൂപ എക്സ്ഷോറൂം പറഞ്ഞിരുന്നു അതിന്. ഇത് വരുന്ന സാധാരണ മോഡൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർസെപ്റ്ററും കഫേ റേസറും അതുപോലെ തന്നെ സൂപ്പർ മെറ്റീരിയറിൻ്റെയും ആ ഒരു രണ്ട് സെഗ്മെൻറ്റിൻ്റെ ഇടയ്ക്കായുള്ള ഒരു പ്രൈസ് ആയിരിക്കും കേട്ടോ ഇവർ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ വരുന്ന ന്യൂസൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ കളേഴ്സ് നമുക്ക് നോക്കാം. സ്റ്റെൻസിൽ വൈറ്റ് എന്ന് പറഞ്ഞൊരു വൈറ്റ് ഡിസൈനിലുള്ള ഓർമ്മ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്മ ബ്ലൂ എന്ന് പറഞ്ഞൊരു കളർ വരുന്നുണ്ട്. ഗ്രീൻ ഡ്രിൽ എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ബേസിൽ വരുന്ന ഓർമ്മ വരുന്നുണ്ട്. അതുപോലെ സ്റ്റീൽ മെറ്റ ഗ്രേ, ഡാർക്ക് ഗ്രേ ആയിട്ടുള്ള ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ 4 ഷെയ്ഡുകളിലാണ് ഇപ്പോൾ വണ്ടി വന്നിരിക്കുന്നത്.
18 ഇഞ്ച് ഫ്രണ്ട് വീലുകളും 17 ഇഞ്ച് റെയർ അലോയ് വീൽസുമാണ് കേട്ടോ വരുന്നത്. ട്യൂബ്ലെസ് ടയറുകൾ ഓൾസോ വരുന്നുണ്ട് അതിൽ. എന്തായാലും ഒരു ബോബർ ഡിസൈനിലുള്ള ഒരു ബോബർ മോഡലിലുള്ള ബൈക്കാണ് ഷോട്ട് ഗൺ 650 എന്ന് പറയുന്നത്. ഡയമണ്ട് കട്ടായിട്ടുള്ള അലോയ് വീൽസ് എന്തായാലും ആക്സസറീസ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് ഇതിന്. ഹെഡ് ലാമ്പുകൾ നമ്മൾ സൂപ്പർ മീറ്റിയോറിലും പുതിയതായിട്ട് വന്ന ഹിമാലയയിലും കണ്ട സെയിം റൗണ്ടഡ് ആയിട്ടുള്ള LED ഹെഡ് ലാമ്പാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ആയിട്ടുള്ള ഡിജിറ്റൽ പ്ലസ് അനലോഗ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ് വരുന്നത്. അതുപോലെ ഏതാണ്ട് 31ഓളം പുതിയ ആക്സസറീസ് ഇതിനകത്ത് റോയൽ എൻഫീൽഡ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എന്തായാലും ജനുവരി ആദ്യത്തെ ആഴ്ചയിലാട്ടോ പുറത്ത് വരാനുള്ളൂ. അതുപോലെ ഫ്യൂൾ ടാങ്ക് വരുന്നത് പറഞ്ഞാൽ 13.8 ലിറ്ററിൻ്റെ ആട്ടോ വരുന്നത്. 795 mm സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. അതായത് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്റിയോറിലൊക്കെ ഉപയോഗിച്ച സെയിം 648 cc ആയിട്ടുള്ള പാരലൽ ടിൻ എഞ്ചിനാട്ടോ വരുന്നത്. 47 bhp കരുത്തും വരുന്ന ആ സെയിം എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. ഷോക്ക് അബ്സോർബറിൻ്റെ കാര്യം പറഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്ന USD ഫോർക്കുകളാണ് വരുന്നത്. നമ്മുടെ ഷോവേഡ് തന്നെയാണ്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ടിൻ ട്യൂബാണ് വരുന്നത്. പഴയത് തന്നെ നമ്മുടെ മീറ്റിയോറിൽ ഉപയോഗിച്ച സെയിം സാധനം. 1465 mm വീൽ ബേസും 795 mm സീറ്റ് ഹൈറ്റുമാണ് വരുന്നത്. 320 mm ഫ്രണ്ട് ഡിസ്ക്കാണ് ബ്രേക്കുകൾ വരുന്നത്. 300 mm റെയറിലേക്കും വരുന്നുണ്ട്. 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. 17 ആണ് ബാക്കിൽ വരുന്നത്. വിത്ത് ട്യൂബ്ലെസ് ടയറുകളാട്ടോ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഷോട്ട് ഗൺ 650 ബോബറിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ബാക്കി വിശേഷങ്ങളും വിലയുടെ കാര്യമൊക്കെ ഇനി ജനുവരിയിൽ വന്നു കഴിയുമ്പോൾ ബാക്കി നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ കിട്ടുന്നതനുസരിച്ച്. എന്തായാലും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.